നല്ല ഹിജാബും പർദ്ദയും കയ്യുറക്കെ തിരിച്ച് പോട്ടിട്ടാൽ ആരാ ലൈക്ക് അടിക്കുക? ആരും ലൈക്ക് അടിക്കില്ല. അപ്പൊ എന്താണ്? ഹിജാബ് ഊരണം, തലയിൽ നിന്ന് തട്ടോരണം, മുടി സ്ട്രൈറ്റനിങ് ചെയ്യണം, സ്മൂത്തനിങ് ചെയ്യണം, എന്നിട്ട് പിന്നെ ആഴ്ചയിലോ മാസത്തിലോ ഒരിക്കലും ഫേഷ്യൽ ചെയ്യണം. പിന്നെ താടി രോമങ്ങളൊക്കെ ഹോർമോണുകൾ വന്ന് ചില രോമങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ലേസർ ചെയ്യണം. പിന്നെ പുട്ടിയിടണം, പുട്ടിയുടെ മുകളിൽ പിന്നെ ഫൗണ്ടേഷൻ വേണം, ഫൗണ്ടേഷന്റെ മുകളിൽ പിന്നെ ഒരു മോയ്സ്ചറൈസർ വേണം, പിന്നെ ലിപ്സ്റ്റിക് വേണം, അതിന് കൂടെ സൺസ്ക്രീൻ വേണം. പിന്നെ മുടി സ്ട്രൈറ്റ് ചെയ്താൽ മുടിയുടെ മെയിൻ്റനൻസിന് വേണ്ടി ചില സെറമുകളും കണ്ടീഷണറുകളും വേണം. അപ്പൊ മാസത്തിൽ 5000 10,000 ഒക്കെ ചെലവഴിച്ച് ഇവർ ശരീരത്തിന്റെ സൗന്ദര്യം മുഴുവനും പ്രദർശിപ്പിച്ച് സോഷ്യൽ മീഡിയയിൽ ഇട്ടങ്ങോട്ട് എറിഞ്ഞു കൊടുക്കും. അപ്പോൾ ചില ചെറുപ്പക്കാർ, ഇതൊക്കെ കാണാൻ കാത്തിരിക്കുന്ന ചെറുപ്പക്കാർ വന്നിട്ട് ഒരു ലൈക്ക് ഇടും, എന്നിട്ട് താഴെ വന്നിട്ട് അവസം എന്ന് പറഞ്ഞൊരു കമന്റ് ഇടും. ഫാന്റാസ്റ്റിക്, മാർവലസ്, അവസം, വെരി സെക്സി, വെരി ക്യൂട്ട് എന്നെല്ലാം പറഞ്ഞ് കമന്റ് ഇടുമ്പോൾ ഇവർ ഭയങ്കര ഹാപ്പിയായി. അപ്പൊ ഇപ്പൊ ഇത്രയല്ലേ ഇട്ടിട്ടുള്ളൂ, അടുത്തിൽ ഇതിനെക്കാളും ലൈക്ക് ഇടണം. അപ്പൊ ഒന്നും കൂടി ഡ്രസ്സ് മാറും. ഇപ്പൊ ഫുൾ കൈ ആണെങ്കിൽ ഹാഫ് കൈയാവും. പിന്നെ മൂന്നാമത്തേത് ഷാളൊക്കെ ശരീരമൊക്കെ മറച്ചിട്ടുണ്ടാവും, ഷാളുമെല്ലാം അങ്ങോട്ട് നീക്കും. പിന്നെ അതിങ്ങനെ കുറച്ചും കൂടി എക്സ്പോസ് ചെയ്യും ശരീരത്തിന്റെ അവയവങ്ങളൊക്കെ, എന്നിട്ട് പോസ്റ്റ് ചെയ്യും. അപ്പൊ പിന്നെയും വൈറലാവും. അങ്ങനെ ഇങ്ങനെ ലൈക്ക് ഫോളോവേഴ്സ് 100-ൽ നിന്ന് 200-ആയി, 1000-ആയി, 2000-ആയി, 5000-ആയി, 10,000-ആയി, അങ്ങനെ ഇങ്ങനെ 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 നീളും. അപ്പോൾ ഫോളോവേഴ്സ് കൂടാൻ വേണ്ടി എന്ത് തമ്മാടിത്തരവും ചെയ്യാൻ നമ്മുടെ ഖൗമ് തയ്യാറാണ്. ഞാനിതൊന്നും വെറുതെ പറയുന്നില്ല. നമ്മുടെ സ്വന്തം മക്കൾ, മുസ്ലിം പെൺകുട്ടികൾ, വേറെ കുട്ടികളെ കുറിച്ചൊന്നും നമുക്ക് ആവലാതിയൊന്നുമില്ല. വേറെ ആളുകളെ കുറിച്ച് നമ്മൾക്ക് യാതൊരു വ്യാകുലതയില്ല. മുസ്ലിം പെൺകുട്ടികളുടെ കഥ ഞാൻ പറയുന്നത്. ക്യാമ്പസിൽ പോയി +1 പഠിക്കുന്ന ഒരു പെൺകുട്ടി കൂടെ പഠിക്കുന്ന ഒരു ആൺകുട്ടിയുടെ കവിൾത്തടങ്ങളിൽ കിസ് ചെയ്യാണ്. കിസ് ചെയ്താൽ മാത്രം പോരാ, കിസ് ചെയ്യുന്നത് അവർക്ക് വീഡിയോ റെക്കോർഡ് ചെയ്യണം, ഷൂട്ട് ചെയ്യണം. അപ്പൊ മൊബൈലും കൊടുത്തിട്ട് വേറെ 2 കുട്ടികളെ ഏൽപ്പിക്കുകയാണ്, ഞങ്ങൾ ഇങ്ങനെ കിസ് ചെയ്യുന്നത് നിങ്ങൾ വീഡിയോ എടുക്കണം. എന്നിട്ട് നല്ല മനോഹരമായി വീഡിയോ എടുത്ത്, എന്നിട്ട് അതിന് കുറച്ച് BGM-ഉം കുറച്ചിങ്ങനെ ട്യൂണും മ്യൂസിക് ഒക്കെ ഇട്ടിട്ട്, ഇല്ലുമിനാറ്റിയുടെ പാട്ടൊക്കെ ഇട്ടിട്ട്, എന്നിട്ട് ഇൻസ്റ്റാഗ്രാമിൽ ഒന്ന് പറിച്ച്. സ്വാഭാവികമായിട്ട് ആണും പെണ്ണും കിസ് ചെയ്യുന്നത് കാണുമ്പോൾ ഏതൊരാളത് നോക്കും. അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ വൈറലായി ഷെയർ ചെയ്ത് ഈ പെണ്ണിനെന്തായി? ഒരു വ്യഭിചാരം പരസ്യമാക്കിയതിന്റെ പേരിൽ കുറെ ഫോളോവേഴ്സ് കൂടി. ഈ പോസ്റ്റ് ചെയ്യുന്ന ഒരു പെണ്ണിന്റെ വീട്ടിലെ സാഹചര്യം ദീനീ സാഹചര്യമാണെങ്കിൽ ആ പെണ്ണിന് പോസ്റ്റ് ചെയ്യാൻ പറ്റുമോ?